ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ എണിച്ചിട്ടുള്ള ഈ ഇരിപ്പാണ് കേട്ടോ. അങ്ങനെ വീഡിയോസ് ഇന്ന് എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിറങ്ങി. കുറെ ദിവസങ്ങളായി കറക്റ്റ് ഒന്നും വീഡിയോസ് ഒന്നും റഷീനാന്റെ വരുന്നില്ല. എന്താ പറയാ, മാനസികമായും ശാരീരികമായും ഒക്കെ പ്രശ്നത്തിലാണ് റഷീന. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കണം എന്ന ഉദ്ദേശത്തോടെ രാവിലെ കിടന്ന വായി തന്നെ ഫോണുമായിട്ട് എണിച്ച് അങ്ങനെ പൊന്നൂസും ഫൈക്കൂട്ടനൊക്കെ ഉറങ്ങണം. അവരൊന്നും എണിച്ചിട്ടില്ല. എണിച്ച് നോക്കുമ്പോഴേക്കും ഇക്കാനെ കാണുന്നില്ല. ഇക്ക മുമ്പേ എണിച്ചു പോയിരിക്കണം. നല്ല മഴയില്ല, എല്ലാവിടെയും മഴയോട് മഴ, രാവിലെ മഴ, രാത്രി മഴ, ഉച്ചയ്ക്ക് മഴ, എപ്പോഴും മഴയോട് മഴ. കേട്ടോ, ഇക്ക രാവിലെ തന്നെ തുടങ്ങി എന്തൊക്കെയൊക്കെയോ അവിടെ പണിയിലാണ്. അതാ പൊറ്റ, നമ്മുടെ തൊട്ട താഴെയുള്ള പൊറ്റ, അവിടെ പാടങ്ങൾ മൊത്തം വെള്ളം നിറഞ്ഞ്, നമ്മുടെ കിണർ വെള്ളം നിറഞ്ഞ്, അപ്പുറത്തെ കിണർ വെള്ളം നിറഞ്ഞ്, ഇല്ല മൊത്തം വെള്ളത്തിലാണ് കേട്ടോ. വെള്ളമല്ല, ചൂടാണ്. ഒരുപാട് ഇടങ്ങേറ് പറഞ്ഞപ്പോൾ പടച്ചോനൊക്കെ എല്ലാം അങ്ങോട്ട് മാറ്റി തന്നിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ എന്താ അടുത്തത്, പല്ലി ഇപ്പം ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. ഇനിയിപ്പോൾ എന്താ ചായ വെക്കണം. പൊന്നൂസ് അവരൊന്നും എണിച്ചിട്ടില്ല, മദ്രസയ്ക്ക് വിടാനാവുന്നേ ഉള്ളൂ. എന്തായാലും കുറച്ച് നല്ല തണുപ്പും മഴയാണ്. ഇവിടെ മദ്രസ ഉണ്ട് കേട്ടോ, മദ്രസയ്ക്ക് ലീവ് തന്നിട്ടില്ല. അപ്പൊ കുറച്ചുകൂടെ അങ്ങോട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചായക്ക് ഇറങ്ങുകയാണ്. പാലൊക്കെ എടുത്തിട്ട് വന്ന് ഇനിയിപ്പോൾ ചായ വെക്കണം. ഒന്ന് പല്ല് തേച്ച് കഴിഞ്ഞതും ഇപ്പൊ തണുപ്പും കൂടിയല്ലേ, അപ്പൊ ഒരു ചായ കുടിച്ചാലേ എന്തിനും ഒരു ഉഷാറുണ്ടാവുള്ളൂ. അങ്ങനെ ചായക്ക് തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പാലൊക്കെ എടുത്തൊഴിച്ചു. ഇക്കപ്പോഴും പുറമേ തന്നെയാണ് കേട്ടോ, ഉള്ളിൽ കയറിയിട്ടില്ല. ഇക്ക ഇങ്ങനെ മഴയായപ്പോ അവിടെ വെള്ളം ഒഴിച്ചോട്ട് ഇവിടെ വെള്ളം ഒഴിച്ചോട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇങ്ങനെ നടക്കൂട്ടോ. എനിക്ക് ദിവസങ്ങളായി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. എന്താ പറയാ, സാഹചര്യങ്ങൾ കൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. റഷീനാൻ ആരും മറന്നിട്ടില്ലല്ലോ, ആരും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായക്കായി. അപ്പോഴേക്കും ഫഹിമോൻ എന്നും നല്ല പോലെ കിടന്നുറങ്ങുന്ന ആള് ഇപ്പൊ നേരത്തെ എനിക്കിത് മഴയായപ്പോ അങ്ങനെ എണിച്ചു വന്ന് മടിയിലിരുന്നു. ഞങ്ങളിതാ ചായ കുടിച്ച്, അവൻ കുടിച്ചില്ല കേട്ടോ, ഞാനും ഇക്കയും പാടെ കുടിച്ച്. അങ്ങനെ പൊന്നൂസിനോട് എനിക്ക് എന്ന് പറയണം കേട്ടോ. പൊന്നൂസിന് നല്ല മടിയാണ് കേട്ടോ. എനിക്ക് ആ മഴയും കൂടെ ആയപ്പോ സങ്കടം വരികയാണ് കിടന്നവിടെ നിന്ന് എണിക്കുമ്പോൾ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇക്കാന്റെ സൗണ്ട് കേട്ട് അവള് മധ്യമായിട്ട് അങ്ങനെ ദേഷ്യമൊക്കെ വന്ന് എണിച്ച് പോയി പല്ലൊക്കെ തേച്ച് വന്ന്. ഇനിയിപ്പോൾ എന്താ, പല്ല് തേച്ച് വന്ന് തുടച്ച് കിട്ടിയത് അവൾക്ക് ഫർദ ഇടണം. അപ്പൊ മഴയും കൂടെ അല്ല, വേഗം ഇട്ടതാന്ന് പറഞ്ഞ് ഫർദയും കൊണ്ട് വന്ന് അങ്ങനെ ഫർദയൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ മഫ്ത ഇട്ട് കൊടുത്ത് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അല്ലെങ്കിലേ ഇടങ്ങേറാ. എല്ലാവിടെയും മദ്രസ ലീവ്, ഇവിടെ മാത്രം എന്താ മദ്രസ ലീവ് ഇല്ലാത്തത്? എനിക്ക് മാത്രം കഷ്ടം, ഫൈക്കൂട്ടന് കഷ്ടമല്ല, അമ്മക്ക് കഷ്ടമല്ല. അങ്ങനെ ഒരുപാട് പരാതികൾ രാവിലെ അടിച്ച് എന്നും സ്ഥിരമായി കേൾക്കണം കേട്ടോ. പിന്നെ തണുപ്പും കൂടെ തുടങ്ങിയപ്പോൾ ആൾക്ക് അതിനേക്കാളും മടിയായി മദ്രസയിൽ. ഒന്ന് എണിച്ചൊന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അങ്ങോട്ട് ശരിയാവും കേട്ടോ. അതിങ്ങനെ കൊതുക് തിരിയും പിടിച്ചിരിക്കുന്നുണ്ട്, നല്ല കൊതുണ്ട്, നല്ല മഴയും ആയപ്പോൾ നല്ല കൊതുണ്ട്. അങ്ങനെ ഇക്കയും പുറത്തിറങ്ങി, ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട് മദ്രസയിൽ പോണതിന് മുമ്പ്. അതൊക്കെ കഴിഞ്ഞ് ചെരുപ്പൊക്കെ എടുത്തേ എന്ന് പറഞ്ഞ് അവളിറങ്ങി. അപ്പോഴേക്കും ഇക്ക പോവുകയാണ് കേട്ടോ, വണ്ടി എടുത്ത് തിരിച്ചു നിർത്തട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ഒരു ഗ്യാപ്പേ ഇല്ല, നമുക്ക് ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം ഇറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. അടുത്ത 5 മിനിറ്റിൽ അടുത്ത മഴ വരും. പിന്നെ ആ മഴയത്ത് ഇറങ്ങി പോണ്ടേന്ന് പറഞ്ഞിട്ട് ഇക്ക വേഗാവ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇക്ക ഇറങ്ങി. അവള് മടിച്ച് പോണം മദ്രസ ലീവാക്കട്ടെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവിടെ നിൽക്കായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഉള്ളിലോട്ട് കടന്നു. പിന്നെന്താ, ഇനിയിപ്പോൾ പണികളൊന്നൊന്നായിട്ട് തുടങ്ങണം. അങ്ങനെ അവര് പോയി കഴിഞ്ഞു. എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് ഞാൻ 2 ഉള്ളി അങ്ങോട്ട് തൊലിച്ച് വെച്ച. തുണികൾ കണ്ടോ, എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ, എല്ലാവരും ഉണ്ടാവും മിക്കവാറും. ഞാൻ എന്നിട്ട് ഇക്കാനോട് പറയാൻ കേട്ടോ, എന്താ നല്ല പോലെ എനിക്ക് തുണികൾ കൂടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ ദിവസങ്ങളായി തിരുമ്പിയതും ഉണങ്ങി കിട്ടണ്ടേ, അങ്ങനെ നനഞ്ഞ പാടേ കിടക്കണം. പിന്നെ ഉള്ളിലൊന്നും ഇടാൻ അധികം സ്ഥലമല്ല എന്നല്ല, ഉള്ളിൽ അവിടെ മറയ്ക്കാത്തതുകൊണ്ട് ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, നല്ല വെള്ളം വരിക കൊണ്ട് ഉള്ളിൽ മൊത്തം തണുപ്പാണ്, ഉള്ളിലിട്ടും കാര്യമില്ല. അപ്പൊ പുറമേ തന്നെയാണ് ഇങ്ങനെ തുണികൾ കിടക്കുന്നത്. അങ്ങനെ ഉള്ളി തൊലിച്ച് വെച്ച്. പിന്നെന്താ അടുത്തത്, അന്ന് വാങ്ങിച്ച കുറച്ച് ബാക്കിയുള്ള റവ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് എടുത്ത് വെച്ച്. എന്തായാലും ഇന്ന് ഉപ്പുമാവ് മതി. അരി ആട്ടിയതില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങേറാട്ടോ. ആട്ടിയതുണ്ടെങ്കിൽ വേഗം നമുക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തുണ്ടാക്കിയ കഴിഞ്ഞു. മഴയും കൂടെ ആയപ്പോൾ പണിയെടുക്കാൻ നല്ല മടി കേട്ടോ. രാവിലെ അടിച്ചിട്ട് തണുപ്പും, എനിക്ക് തണുപ്പ് കൂടിയ പ്രത്യേകിച്ച് കാലുവേദന അതെല്ലാം കൂടലുണ്ട്. പിന്നെ ഫൈക്കൂട്ടൻ ചില ദിവസങ്ങളിൽ ഒക്കെ കൊണ്ടുപോകലുണ്ട്. ഇപ്പൊ മഴയായപ്പോൾ അവനെ കൊണ്ടുപോകുന്നില്ല, ഇടങ്ങേറാക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ നേരത്തെ അടിച്ച പിന്നെ എന്നെ ഇവിടെ കിടന്ന് ഇടകേറാക്കും. അങ്ങനെ എൻ്റെ കൂടെ കളിച്ച് അങ്ങനെ ഇവിടെ ഇരിക്കണം പറഞ്ഞ് അവിടെ ഇരുത്തി ഓരോന്ന് പറഞ്ഞ് ഇടങ്ങേറാക്കണം. ഗ്യാസിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ആ ഉള്ളി അങ്ങോട്ട് അരിഞ്ഞെടുക്കണം, അതൊരു ടാസ്ക് തന്നെയാണ് മക്കളെ. രാവിലെ തന്നെ കണ്ണങ്ങോട്ട് കലങ്ങി മറിഞ്ഞ് വെള്ളം വരും കേട്ടോ. കരഞ്ഞു, ഇപ്പൊ തന്നെ രാവിലെ തന്നെ ഞാൻ കരഞ്ഞു. അങ്ങനെ വൈക്കോട്ടം പിന്നാലെ ഉണ്ട്. അത് ചെയ്യുന്ന തീപ്പെട്ടി കൊണ്ട് ഞാൻ കൊളുത്താ പറഞ്ഞ് നിൽക്കണം. ഞാൻ പിന്നെ കുറച്ച് ചീത്ത പറഞ്ഞ് കുറതാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ, ഗ്യാസിന്റെ
ഇത് അപ്പുറത്തും ഇപ്പുറത്തും എൻ്റെ കണ്ണ് തെറ്റുമ്പോഴേക്കും മൊത്തം മൂന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരിക്കണം. ഞാൻ പോയി ശ്രദ്ധിക്കാതെ കത്തിക്കുകയും ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കൽ പണിയിലോട്ട് പോട്ടെ. എൻ്റെ എണ്ണ കഴിഞ്ഞിരിക്കുന്നു, കുറച്ചേ ഉള്ളൂ. ഉക്കാനോട് പറഞ്ഞപ്പോൾ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇക്ക വരുവോളം വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം 9 മണിക്ക് ഇക്കയും കുഞ്ഞൊക്കെ നല്ല വിശന്നിട്ടായിരിക്കും വരിക. കാരണം മദ്രസയിൽ ഇക്ക അവളെ വിട്ടിട്ട് പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നടന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ വിട്ടതും വരില്ല. കാരണം 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കേണ്ടത് പറഞ്ഞാൽ അങ്ങനെ വരവില്ല. അപ്പൊ വറുത്ത റവയാണ്. എന്നിരുന്നാലും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പുറത്ത് അടുപ്പ് വെച്ചിട്ട് വറുക്കാന്ന് പറഞ്ഞിട്ട് റവ വറുക്കാനിട്ടു, അപ്പുറത്ത് ഉള്ളിയും ഇട്ടു. അപ്പൊ രണ്ടും കൂടെ പണി എളുപ്പത്തിലാവുമല്ലോ. ഫൈക്കുട്ടൻ പിന്നെ അങ്ങനെ ഫൈക്കുട്ടനെ സെറ്റ് ആക്കണം. അപ്പോഴേക്കും കറണ്ട് ഒക്കെ ഉണ്ട്, എന്നാലും TV സിഗ്നൽ ഉണ്ടായിരുന്നില്ല. പിന്നെ സിഗ്നൽ വന്നപ്പോൾ ഫൈക്കുട്ടനെ TV ഇട്ട് തരാന്നൊക്കെ പറഞ്ഞു. ഫൈക്കുട്ടനെ അങ്ങോട്ട് പോയിട്ടുണ്ട്. എണ്ണ ഊറ്റിക്കൊണ്ടേയിരിക്കണേ, എണ്ണ എങ്ങനെയെങ്കിലും ഒപ്പിച്ചേ പറ്റൂ ഉപ്പുമാവിന്. കാരണം ഒക്കെ വരുവോളം വെയിറ്റ് ചെയ്ത് പിന്നെ 9 മണിക്ക് പൊരിഞ്ഞ് ചെയ്യാൻ എനിക്ക് വയ്യ. പിന്നെ പണി ആകെ ഇടങ്ങേറാവും. അങ്ങനെ ഫൈക്കുട്ടനെ TV ഇട്ട് കൊടുത്ത് അപ്പുറത്ത് അവൻ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഉപ്പുമാവ് തക്കാളി അരിയാൻ മറന്നു. തക്കാളി ഇട്ടല്ലാണ് കേട്ടോ അവർക്ക് ഇഷ്ടം. വെറും ഉള്ളിയും മുളകും ഇട്ടത് അങ്ങനെ വലിയ പൊന്നൂസിനൊന്നും പൊതുവേ റവ ഉപ്പുമാവ് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അവർക്ക് ആർക്കും, ഇക്കാർക്കും ഇഷ്ടമല്ല, കുട്ടികൾക്കും ഇഷ്ടമല്ല. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല പോലെ അവർക്ക് ഇത്തിരിയെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ തക്കാളി എല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കൽ. ഫൈമോനെ കണ്ടോ, കൊച്ചു TV ഇട്ടിട്ട് ഫൈമോൻ ഇരുന്നു. അങ്ങനെ ഇരുന്ന കുറച്ചൊരു സമാധാനം ഉണ്ട്. അവന് ഭയങ്കര വെറുപ്പാണ്. കാരണം പുറമെ ഓടിപ്പോയി ചാടി കളിക്കുന്ന ആളാണ്. 1 മിനിറ്റ് നേരം വെറുതെ ഇരിക്കില്ല കേട്ടോ. സൈക്കിൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പുറമെ കളിക്കും. ഇപ്പം മഴയായപ്പോൾ പുറമെ പോകാണ്ടായപ്പോൾ ആകെ അവനിക്ക് എന്താ പറയാ, ആകെ എട്ടങ്ങേറാണ് വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ. അങ്ങനെ എൻ്റെ ഉപ്പുമാവും വെള്ളമൊക്കെ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ആ നേരം കൊണ്ട് ഞാൻ അടുക്കളയൊന്ന് തുടച്ചിടട്ടെ, ഫൈക്കുട്ടൻ എടങ്ങേറാക്കാൻ വരുമ്പോഴേക്കും എന്ന് പറഞ്ഞ് അടുക്കള അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. ഇതാ ഉപ്പുമാവ് കണ്ടോ, തിളച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഉപ്പുമാവ്. അങ്ങനെ തിളച്ചു. പിന്നെ അവർ വന്ന് ഇനിയിപ്പോൾ കഴിക്കാനൊക്കെ കൊടുക്കണം. ചായ വെച്ചത് കുറച്ചുണ്ട് കേട്ടോ. കുഞ്ഞൂന് വന്നാലാണ് കഴിക്കുമ്പോഴാണ് ചായ കുടിക്കുക. അങ്ങനെ പിന്നെ ഇതാ കഴിക്കുന്നതും ഇതൊന്നും ഒരുങ്ങണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മഴയും അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് വേറെ എവിടേക്കുമല്ല, സ്കൂളിലോട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദിവസങ്ങളായി മെസ്സേജൊക്കെ വരുന്നു ബുക്ക് വാങ്ങണം എന്നൊക്കെ പറയുന്നത്. എനിക്ക് പോവാൻ പറ്റുന്നില്ല സാഹചര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പോവാന്ന് പറഞ്ഞ് ഇക്ക വന്ന് അവർ ഫുഡ് കഴിച്ചതും അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ബുക്ക് പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിട്ടോ. ഫൈക്കുട്ടൻ ഇനി 1ാം ക്ലാസ്സിലോട്ടാണ് കേട്ടോ. ഫൈക്കുട്ടൻ UKGന്ന് പിന്നെ പൊന്നൂസ് ഇനി 4ലോട്ടാണ്. അപ്പോൾ അവർക്ക് ഒരു വിഷമം, ബുക്ക് ഒന്നും വാങ്ങിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സ്കൂൾ തുറക്കുന്ന ടീച്ചർ മെസ്സേജ് ഇടുന്നു പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു ഇന്നെന്തായാലും നമുക്ക് പോയി ബുക്ക് വാങ്ങിയിട്ട് വരാം എന്തായാലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. നല്ല പെരും മഴയായിരുന്നു കേട്ടോ. ആ സമയത്ത് നല്ല പെരും മഴയായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതും ഒന്നും ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ബുക്കുമായിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നില്ല, എൻ്റെ വീട്ടിലോട്ടാണ് പോയി. കാരണം ബോറടിക്കുന്ന കുട്ടികൾ വെളിയിൽ പോകാൻ പറ്റാണ്ട്. അപ്പോൾ അവിടെ പോയി ഇത്തിരി കുട്ടികളുടെ കൂടെ കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഫൈക്കുട്ടൻ്റെ സന്തോഷം കണ്ടോ, ബുക്ക് കണ്ടതും ഈ സന്തോഷം എത്ര ദിവസം ഉണ്ടാവും എന്നെനിക്കറിയില്ല. സ്കൂള് തുറന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഈ സന്തോഷമൊക്കെ ഇല്ലാതാവും. പൊന്നൂസിന് നല്ല സന്തോഷമായിരുന്നു ബുക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പൊന്നൂസിന് പിന്നെ എനിക്ക് കാര്യമായിട്ട് ടെൻഷനില്ല. അവളുടെ കാര്യങ്ങൾ അങ്ങനെ നോക്കും, അതുകൊണ്ട് ടെൻഷനില്ല. ഫൈക്കുട്ടനാണ് എൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ ഫൈക്കുട്ടനൊന്നും ചെയ്യില്ല. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ദിവസത്തിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക, വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും.